അനീഷ് കോമണർ തന്നെയാണെന്നും സാധാരണക്കാരുടെ പ്രതിനിധിയാണെന്നും ലാലേട്ടൻ പറയാതെ പറഞ്ഞു. അല്ല, നേരിട്ട് തന്നെ പറഞ്ഞു. ഷാനവാസിനെ ലാലേട്ടൻ ഇന്നലെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ആദിലയുടെ പെങ്ങളൂട്ടി കാർഡും പൊളിച്ചടുക്കിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നലത്തെ ദിവസം നമ്മൾ വിചാരിച്ച പോലെ തന്നെ, സാധാരണ നമ്മൾ പറയും പ്രൊമോയിൽ കാണുന്ന പോലെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ, പക്ഷേ ഷാനവാസിൻ്റെ കാര്യത്തിൽ വിചാരിച്ചതിനേക്കാൾ അധികമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ പുള്ളിക്കാരനെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും കാലം പുള്ളിക്കാരനെ ഇന്ന് തൊട്ട് തലയോടി വിട്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷാനവാസ് അതുകൊണ്ട് തന്നെ വഷളായി അങ്ങ് വഷളത്വത്തിൻ്റെ അങ്ങേ തലക്കിലെത്തിയിട്ടുണ്ടായിരുന്നു. ഷാനവാസിന് ഇത് അത്യാവശ്യമായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പുള്ളിക്ക് നന്നാവണമെങ്കിൽ നന്നാവാം, ഇനിയും കൂടുതൽ മോശമാണെങ്കിൽ അതുമാവാം. അത് പുള്ളിക്ക് ഇന്നലത്തെ ലാലേട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായോ അല്ലെങ്കിൽ മനസ്സിലായില്ല, അതിനനുസരിച്ചിരിക്കും ഇനിയുള്ള പുള്ളിയുടെ ഗെയിം. പിന്നെ അനീഷ്, ആദ്യത്തെ പ്രൊമോ വന്നത് തന്നെ PR-നെ വെച്ചിട്ടുള്ള അനീഷിൻ്റെ PR-ൻ്റെ തെളിവ് ലാലേട്ടൻ എപ്പിസോഡിൽ കാണിക്കുമെന്ന് പറഞ്ഞിരുന്ന പ്രമുഖ യൂട്യൂബേഴ്സ് വരെയുണ്ട്. അനീഷ് എന്ന വൻമരം വീണു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അനീഷ് വൻമരമായിരുന്നെന്ന് അവർ സമ്മതിച്ചു തരികയാണല്ലേ. എന്തൊക്കെയായിരുന്നു, അയ്യോ കേൾക്കാൻ വയ്യ. 2-3 വീഡിയോ ഇട്ടിട്ടും തൃപ്തിയാവാത്ത പ്രമുഖ യൂട്യൂബേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി. പക്ഷേ എന്താണ്, അനീഷ് ശരിക്കും പറഞ്ഞാൽ അവിടെ തേച്ചൊട്ടിച്ചു, അനീഷിനെ തേച്ച് അങ്ങനെ പറഞ്ഞ് പിന്നീടും വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് അവിടെ തോന്നിയത്, അവിടെ അനീഷിന് പ്രത്യേകിച്ച് ലാലേട്ടൻ എന്ത് തേച്ചൊട്ടിച്ചെന്നാണ് പറഞ്ഞത്. അനീഷ് എന്തോ ഒരു 3 ദിവസമേ മുമ്പാണ് കോൾ ചെയ്തതെന്ന് പറഞ്ഞ് 3 അല്ല 10-12 ദിവസം ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വന്നു. അതെ, ഓക്കെ, അതിപ്പം 3 ദിവസം മുമ്പായിരിക്കും ഒരു പക്ഷേ പുള്ളിക്ക് കൺഫർമേഷൻ, അതായത് പുള്ളിക്ക് ഉറപ്പായത് 3 ദിവസം മുമ്പായിരിക്കാം, 10 ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ചെറിയ വേരിയേഷനിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നെന്നും പറഞ്ഞുകൊണ്ട് അനീഷ് അങ്ങ് വലിയ പേരും കള്ളനാവോ, കള്ളം പറഞ്ഞെന്നാവോ? അങ്ങനെയൊക്കെ, അങ്ങനെ പോലും കള്ളം പറയാത്തവരായിട്ടൊക്കെ ഇപ്പോൾ ആരാണ് ഈ പുണ്യാളൻ ആയിട്ട് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടിയൊന്നും അല്ലല്ലോ ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത്. അയാളൊരു സാധാരണ മനുഷ്യനാണ്, അയാൾക്കും തെറ്റുകളൊക്കെ പറ്റും, അതിന് സ്വാഭാവികമല്ലേ. പുള്ളി വലിയ വലിയ തെറ്റുകളൊന്നും അവിടെ ചെയ്യാത്തത് കൊണ്ട് പുള്ളിയുടെ ഇങ്ങനെയുള്ള ചെറിയ തെറ്റുകൾ പർവ്വതീകരിച്ച് കാട്ടുന്ന അവസ്ഥയിലേക്ക് ചില ചേട്ടന്മാർ മാറുന്ന കാണുമ്പം ചിരിയാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ PR-നെ കയ്യോടെ പൊക്കിയെന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ശരിയാണ് കേട്ടോ അവർ പറയണേ. നിങ്ങൾ കണ്ടില്ലേ അനീഷിൻ്റെ PR-നെ, അല്ല സോറി, അനീഷിൻ്റെ പെരിയാറിനെ? ആ ഉമ്മയുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അനീഷിൻ്റെ നമ്പർ 1 പെരിയാറാണ്. അതായത് നമ്മൾ പറയില്ലേ, ഇപ്പോൾ PR എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ടാവും. ചിലർ ആദ്യമേ ഇപ്പോൾ അനുമോളൊക്കെ പറഞ്ഞ പോലെ 25 ലക്ഷത്തിൻ്റെ കൊട്ടേഷൻ വന്ന് 16 ലക്ഷത്തിന്, അങ്ങനെ പല ഓഫറുകൾ വന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് അവരെ ഏൽപ്പിച്ച്, ഇപ്പോൾ ആര്യനൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ ഏൽപ്പിച്ച്, അക്ബറൊക്കെ ഏൽപ്പിച്ച് പോയവരുണ്ട്. അങ്ങനെയുള്ള PR വർക്കുകളുണ്ട്. അതുകൂടാതെ തന്നെ വളരെ ഓർഗാനിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു PR-കളുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപക്ഷെ ഈ ഒരു അവസാന ടൈമിലേക്ക് എത്തിയപ്പോൾ ഞാനൊക്കെ ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു അനീഷിൻ്റെ PR-ആയി മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തന്നെ ഇപ്പോൾ സംശയം തോന്നുന്നുണ്ട്, ആരും പറഞ്ഞില്ലെങ്കിൽ കൂടി. കാരണം അതാണ് നോർമലി ഒരാളെ ഇഷ്ടപ്പെട്ട് അയാളുടെ ഗെയിം കണ്ട് അയാളോട് ഉള്ളൊരു കണക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ നോർമലി ജനറേറ്റ് ആവുന്നൊരു PR ഉണ്ട്. ഞാൻ എങ്ങനെയാണ് അനീഷിൻ്റെ പെരിയാറായെന്ന് അറിയണ്ടേ? കാരണം അനീഷിനെ ഹൗസിനുള്ളിൽ ഓൾറെഡി എല്ലാവരും വെറുതെ കുറ്റപ്പെടുത്തുന്നു. അയാളാണെങ്കിൽ ഇവർ പറയുന്ന പോലെ വലിയ തെറ്റുകളൊന്നും ചെയ്യുന്നതായിട്ട് കാണുന്നുമില്ല. അയാൾ പറയാനുള്ള ഡയറക്റ്റ് പറയുന്നു. അവിടെ ഉള്ളവരിൽ എത്രയോ ഭേദം, അവരെക്കാളൊക്കെ എത്രയോ ഭേദമായിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് ഞാൻ അനീഷിനെ അവിടെ കാണുന്നത്. പക്ഷെ പുറമേ ഇരുന്ന് എല്ലാ പ്രാവശ്യവും ഒരുപാട് ജെന്യുവനായിട്ട് റിവ്യൂ ചെയ്തിരുന്നെന്ന് ഞാൻ കരുതിയിരുന്നവർ വരെ, പക്ഷേ ഇപ്രാവശ്യത്തെ സീസൺ കണ്ട് റിവ്യൂ ചെയ്യുമ്പോൾ അവരൊക്കെ ആർക്കോ വേണ്ടി അനീഷിനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് തോന്നുന്നു. അങ്ങനെ അകത്തും പുറത്തും ഉള്ള ഈ അക്രമം കണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയതാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അനുമോളെ ഇഷ്ടമാണ്, എനിക്ക് ഷാനവാസിനെ ഇഷ്ടമായിരുന്നു, ഇപ്പം എല്ലാം തന്നെ പറയും. കാരണം ഈ ഒരു തെറ്റേ ഉള്ളൂ, അതിന് ഷാനവാസ് പാവമാണ് അങ്ങനെയൊന്നും പറയാൻ ഞാനില്ല. എനിക്കിപ്പോൾ ഷാനവാസിനെ ഇഷ്ടമല്ല. എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നു, ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് ഷാനവാസിനെ ഇഷ്ടമായിരുന്നു. പക്ഷേ 2-3 ആഴ്ചയായി ആ ഫാമിലി വന്നതിന് ശേഷം ഷാനവാസ് കളിക്കുന്ന കളി അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഫേക്ക്നെസ് നന്നായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനുമോൾ എനിക്കിഷ്ടമാണ്. അനുമോളിപ്പം കുറച്ച് എന്താ പറയുക, ആ ഒരു ഗെയിം അന്ന് ലാലേട്ടൻ മഴയ്ക്കതിന് ശേഷം ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. എങ്കിൽ പോലും ആ വീക്കിലി ടാസ്കിലൊക്കെ നന്ദിനിയായിട്ട് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ആര്യന് കിട്ടുന്നതിനേക്കാളും അനുമോളാണ് നമ്പർ 1. ആര്യൻ അതിൻ്റെ തൊട്ട് താഴെ, അനീഷ് പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. പക്ഷേ അതൊക്കെ അതൊരു കളി അങ്ങനെ. അപ്പോൾ അനുമോള് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ
ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ കൂടിയിരുന്ന് കുറ്റം പറയുക, അല്ലെങ്കിൽ അനുമോളിൽ ചെറുതായിട്ട് ആദില നൂറയുടെ ആ ഗ്രൂപ്പിൽപ്പെട്ട്, ഷാനവാസിലേക്ക് അങ്ങനെ അധികം പോയില്ലെങ്കിലും ആദില നൂറ ഗ്രൂപ്പിൽ ഒന്ന് പെട്ടുപോയി. അതിൻ്റേതായ ഒരു പിന്നോട്ടടിക്കൽ അനുമോളിലുണ്ട്. പക്ഷേ അനീഷിനെ അകത്തും പുറത്തും ആളുകൾ ഒറ്റപ്പെടുത്തുന്ന പോലെയാണ്. അങ്ങനെയാണ് ഞാൻ ശരിക്കും അനീഷിന് വേണ്ടി സംസാരിക്കുന്നത്. ഞാനിനി നാളെ അനുമോൾക്ക് വേണ്ടി സംസാരിക്കില്ല എന്ന് പറയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഷാനവാസ് ഇനി നല്ലവനായിട്ട് തിരിച്ചു. അങ്ങനെ ഒരാൾക്ക് പെട്ടെന്നൊരു ചേഞ്ച്, അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു ക്യാരക്ടറുള്ള വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ഒരു മാനിപ്പുലേഷൻ ഗെയിം, വളച്ചൊടിക്കൽ, കുത്തിത്തിരിപ്പ്, പരദോഷണം ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ അനീഷിൻ്റെ കാര്യം തന്നെ പറയാം. അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഫേക്ക്നെസ് ഞാൻ ഇതിനു മുമ്പ് ഏതൊക്കെയോ വീഡിയോ, അതൊന്നും അധികം പേരൊന്നും കണ്ടിട്ടില്ല, ഏതൊക്കെയോ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഇന്നലെ ലാലേട്ടൻ പറയുന്നതിന് മുമ്പ് തന്നെ ലൈവ് കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ ഫ്രണ്ട്ഷിപ്പിൽ അനീഷാണ് ജെനുവിൻ എന്നും ഷാനവാസ് ഫേക്ക് ആണെന്നും. അതും ഇന്നലെ തെളിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും ഒരുപാട് പേര് വീഡിയോ ചെയ്തു, നമ്മൾ ഏഷ്യാനെറ്റ് എല്ലാം കണ്ടു. ഓക്കെ, ഇനി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ കുറേ പേര് പറയുന്നു അനീഷ് അവിടെ അഭിനയിക്കുകയായിരുന്നു എന്ന്. എന്ത് അഭിനയം? നോമിനേറ്റ് ചെയ്തിട്ട് പിന്നെ ഇപ്പം സേവ് ചെയ്യും. അതെന്താ? നോമിനേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ നോമിനേഷനാണ്. അതിൽ നമുക്ക് നോമിനേഷനൊക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായ കാര്യം പറഞ്ഞ്, അനീഷ് അങ്ങനെയാണ്, അനീഷ് ഇപ്പോൾ ഫ്രണ്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെയുള്ള നോമിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കില്ല. ചെയ്ത തെറ്റാണെന്ന് പറയും. അപ്പോൾ അനീഷിന് ഏറ്റവും അവിടെ കൂടുതൽ തെറ്റ് ചെയ്ത് അങ്ങനെ ഈ ആഴ്ചയിൽ അങ്ങനെ നോമിനേഷനിൽ പോകേണ്ട വ്യക്തിയായിട്ട് ഷാനവാസിനെ തോന്നിയത് കൊണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു. ഷാനവാസ് അനീഷിനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത്. പക്ഷേ ഷാനവാസ് പലപ്പോഴും അനീഷിനോട് ചെയ്യുന്ന ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചിട്ടാണ്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. എന്ന് വിചാരിച്ച് അങ്ങനെ നോമിനേറ്റ് ചെയ്തെന്ന് വിചാരിച്ച് അനീഷിന് ഷാനവാസിനോട് സ്നേഹമില്ലെന്നോ അല്ലെങ്കിൽ ഷാനവാസ് അവിടെ നിൽക്കണം എന്ന് ആഗ്രഹമില്ലെന്നോ പറയാൻ പറ്റില്ല. ഇല്ല, ലാലേട്ടൻ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളിലെ ആഗ്രഹം, അതായത് പുറമേ നമ്മൾ ഗെയിമിൽ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്നലത്തെ സിറ്റുവേഷനിൽ ലാലേട്ടൻ്റെ മുമ്പിൽ ഫ്രണ്ട്ഷിപ്പിന് അല്ലെങ്കിൽ ഉള്ളിലെ ആഗ്രഹം പ്രകടിപ്പിക്കാം. അതാണ് അനീഷ് അവിടെ ചെയ്തത്. അതുപോലും മനസ്സിലാവാതെയാണ് ഓരോരുത്തർ അനീഷ് ഇന്നലെ നന്മമരം കളിച്ചു അത് ഇതെന്നൊക്കെ പറയണം. അതെന്തെങ്കിലും ആവട്ടെ, അവർക്ക് ഇനി അങ്ങനെ പറയാതിരിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയെ. പിന്നെ ആദിലയുടെ ഡബിൾ ഗെയിം, ആദിലയുടെ അതെല്ലാം ലാലേട്ടൻ ശരിക്കും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. പിന്നെ ആ സീക്രട്ട് ടാസ്ക് കുളവാക്കിയ രീതി എന്നിട്ടും ഷാനവാസിന് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, ഷാനവാസ് പറയുന്ന ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് പോലും കാണാതെയാണ് ഇങ്ങോട്ട്. ഞാൻ ശരിക്കും പറയുന്നത്, എന്തിനാണ് ഇവരെയൊക്കെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്ത് കാല് പിടിച്ച് ഇങ്ങനെ ഒരു ഈ ബിഗ് ബോസ് എന്താണെന്ന് അറിയാത്ത, ഗെയിം ഷോ എന്താണെന്ന് അറിയാത്തവരെയൊക്കെ കൂട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് എന്നിട്ട് ഗെയിം എന്താണെന്ന് അറിയാതെ കിടന്ന് ഇതാക്കുന്നു? എന്തിനു? കാണാൻ വേണ്ടിയോ? അങ്ങനത്തെ ആവശ്യം. എത്രയോ സാധാരണക്കാർ ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ബിഗ് ബോസ് ഷോയെ ഇഷ്ടപ്പെട്ട് എത്രയോ കാലമായി ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ സാധാരണക്കാർ. അതിനെക്കുറിച്ചാണ് അനീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സാധാരണക്കാരായ കൂടുതൽ പേര് ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അതിലൊരു തെറ്റും ഉണ്ടായിരുന്നില്ല. അത് സത്യമല്ലേ? അതിൻ്റെ തെളിവാണിപ്പം ഈ ഷാനവാസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷാനവാസിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ, എനിക്കതിൽ വിഷമമൊക്കെ ഉണ്ട്. കാരണം അനീഷിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഷാനവാസിന് ഒത്തിരി എങ്ങനെ ഷാനവാസ് അവസാനം അനീഷിനോട് പറയല്ലേ എന്ന് പറയുമ്പോൾ അനീഷ് ലാലേട്ടനോട് മിണ്ടുന്നില്ല. ചതിയെ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ അനീഷിനൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അനീഷിൻ്റെ ഉള്ളിൽ പിന്നോട്ട് പറയാതിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ മെഡിക്കൽ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ള ആളുകളെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് ഷോയിൽ കൊണ്ടുവരുന്നത്? അത് ബാക്കിയുള്ളവരോടുള്ള അനീതിയില്ല. അപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് തുറന്ന് കളിക്കാൻ പറ്റാതെ വരികയല്ലേ. ഇപ്പം ലാലേട്ടന് പോലും ഒരു പരിധി കഴിഞ്ഞിട്ട് അത് പറയുമ്പം ടെൻഷനാവില്ല. അതുകൊണ്ടായിരിക്കും ഇത്രയും കാലം ഫയർ ചെയ്യാതെയൊക്കെ മുമ്പോട്ട് തള്ളിക്കൊണ്ട് ഇത് ഗതി കെട്ടി ഇനിയും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ അളിഞ്ഞ് കുളമാവുമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ഇന്നലെ ലാലേട്ടൻ അത്രയും രീതിയിൽ പറഞ്ഞതെന്ന് തോന്നുന്നു. ഇനി നോക്കാം നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ. ഇതൊക്കെ കേട്ടിട്ട് ഇവർക്കൊക്കെ എന്തെങ്കിലും മനസ്സിലായി? എനിക്ക് തോന്നുന്നില്ല അനീഷിന് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് മനസ്സിലായി, ലാലേട്ടന് മനസ്സിലായി. ലാലേട്ടൻ തന്നെ ഒരുമിപ്പിച്ച ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ടാണ് ലാലേട്ടന് പറ്റുന്ന പോലെ അനീഷിനെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അനീഷിന് ആ ഉള്ളിലുള്ള സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെ പുള്ളി മനസ്സിലാക്കി, വെറുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പുള്ളി മനസ്സിലാക്കി നിന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ ഒളിവിലും തെളിവിലും എന്തൊക്കെയാണ് അനീഷിനെ കുറിച്ച് പറയണതെന്ന് കേട്ടിട്ടുള്ളത് കൊണ്ടും അനീഷിൻ്റെ മനസ്സ് എന്താണെന്ന് ലൈവ് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടും എനിക്ക് ആഗ്രഹമുണ്ട് അനീഷ് അതൊന്നും മനസ്സിലാക്കി നിന്നാൽ മതിയായിരുന്നു. എന്തായാലും അനീഷ് ഒരു കോമണർ ആണെന്നും പ്രേക്ഷകരുടെ പ്രതിനിധിയാണെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അനീഷിനെ കൊണ്ട് ഷാനവാസിനെ സേവ് ചെയ്യിപ്പിച്ചത്. അത് കേട്ടല്ലോ അല്ലേ? സാബുമോനെ പോലെയുള്ള ആളുകളൊക്കെ ഇൻ്റർവ്യൂ വരെ കൊടുത്തിരിക്കുന്നു അനീഷ് കോമണർ അല്ല എന്ന് പറഞ്ഞു. അതിലൊക്കെയാണ് പോലും കോമണേഴ്സ്. അതിനൊക്കെ എന്ത് മറുപടിയാണ് നമ്മളൊക്കെ പറയുക? എനിക്കറിഞ്ഞൂടാ. എന്തായാലും ലാലേട്ടൻ ഇന്നലെ പൊളിച്ചടുക്കി അനീഷിനെ ഒന്ന് തലോടിക്കൊണ്ട് ഷാനവാസിനിട്ട് നല്ല തല്ല് കൊടുത്തിട്ടുണ്ട്. അനീഷിനെ തേച്ചൊട്ടിച്ചിട്ടൊന്നുമില്ല. അനീഷ് എന്ന വൻമരം ഇവിടെ തന്നെ കാണും.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.